ഗൈസ് എന്തായിരുന്നു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടല്ലോ, ഞങ്ങൾ രാവിലെ എണീറ്റ് കുളിച്ച് കുറേയെല്ലാം തൊട്ട് അമ്പലത്തിൽ പോയിട്ടില്ല. ഞങ്ങൾ പോകാൻ പോകുന്നത് മീൻ വാങ്ങണം, ചക്ക മോഷ്ടിക്കണം. കഴിഞ്ഞ നമ്മൾ ചക്കയെ മോഷ്ടിച്ചിട്ട് ഇടിച്ചക്ക ഉണ്ടാക്കിയില്ലേ, അതുപോലെ ചക്ക കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഞങ്ങൾ പോവാണ്. എൻ്റെ കൂടെ ആരും ഉള്ളതെന്ന് കാട്ടിക്കാൻ. ഇവിടെ കണ്ട പറയോ കുളിച്ചിട്ടില്ലാന്ന്. 2 ദിവസമായി കൈസ് അവള് കുളിച്ചിട്ട്. നേരെ കോളേജിൽ കയറാം, അല്ലാണ്ട് ഇങ്ങനെ ചുറ്റി വളഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഒത്തിരി പോകാനുണ്ട്. പിന്നെ പരിചയക്കാരൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരോടും ഹായ് ഹായ് എത്തുമ്പോൾ ഒരു നേരമാകും. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ എളുപ്പം പോയി മീൻ മേടിച്ച് ചക്കിയിട്ട് വരിക എന്നുള്ളതാണ്. മീൻ മേടിക്കാനാണ് ഇങ്ങനെ പോകുന്നത്. നമ്മൾ ഈ ഒരു ലക്കിൽ പോയാൽ ആർക്കും സംശയം തോന്നത്തില്ല. അല്ലാണ്ടാ നമ്മൾ പോകുന്നെങ്കിൽ നമ്മളൊക്കെ മനസ്സിലാവും നമ്മളെന്തോ മോഷ്ടിക്കാൻ പോവാന്ന്. സോ നമ്മളെ വെയിറ്റ് ചെയ്ത് നിത്യം അവിടെ ഉണ്ട്. നമുക്ക് ഉള്ളിൽ പോയിട്ട് എടുക്കാം. നിറയെ വണ്ടികൾ വരുന്നുണ്ട്, ഭയങ്കര റഷാണ് ഇവിടെ. ക്രോസ് ചെയ്യാം നമുക്ക് ആദ്യം. നമ്മൾ നിയമങ്ങൾ പാലിക്കുന്നവരല്ലേ. സോ നമ്മൾ സീബ്ര ലൈനിൽ കൂടെ മാത്രമേ ക്രോസ് ചെയ്യാറുള്ളൂ. ഇതിൽ 50 മധുരമുണ്ട്. അതെ, ഇതിൽ 50 മധുരമുണ്ട് ഗൈസ്. കുറച്ചുകൂടെ നടക്കാനുണ്ട്. വെയിറ്റ് ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ട് നമ്മളിവിടെ എത്തുമ്പോൾ വീട്ടിൽ പോകണം. നിത്യം ആയതുകൊണ്ട് പറയല്ല കേട്ടോ. കുമ്പിടി അവിടെയും കാണും ഇവിടെയും കാണും. ചിലപ്പോൾ റൂമിലും കാണും. അവളെ കാര്യം ആയതുകൊണ്ടേ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. 2025 ആദ്യത്തെ തീരുമാനം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. ഇല്ലെങ്കിൽ ഇവളെ ഓർമ്മിപ്പിക്കും. കണ്ടാ മതി ഇങ്ങനെ പറഞ്ഞിട്ടാണ് കഴിഞ്ഞ തവണ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ പകുതി വെച്ച് നിന്നുപോയി. പക്ഷെ നമ്മൾ ഇടും ഗൈസ്. ഇത്തവണ നമ്മൾ എന്തായാലും ഇടും. ഇനി കോളേജിനുള്ളിൽ കയറാം. ഇതാണ് നമ്മുടെ കോളേജ്. അതെ, ഇതാണ് നമ്മുടെ കോളേജ്. പക്ഷേ ഈ ഗേറ്റ് വഴി ഉള്ളിൽ കയറാൻ പറ്റില്ല. അപ്പം നമ്മൾ ഈ ഇടവഴി കയറി ഉള്ളിൽ കയറണം. വളരെ വിശാലമായി ഒരു കുഞ്ഞും ഇല്ലാത്ത കോളേജ്. ശനിയാഴ്ച ആയതുകൊണ്ടാണ്. പക്ഷെ ഞങ്ങൾക്കിവിടെ ആർട്സ് നടക്കുന്നത് കൊണ്ട് ഇന്ന് പ്രാക്ടീസിനായിട്ട് കുറേ കുട്ടികൾ വരാനുണ്ട്. നമ്മളൊരു പരിപാടിക്ക് അവർ ധരിച്ചോട്ടെ അല്ലേ. അവർ ധരിക്കും. പക്ഷെ ഞങ്ങളൊരു പരിപാടിക്കില്ല ഗൈസ്. ഞങ്ങൾ ഒന്നും കൂടിയിട്ടില്ല. തിരക്കുള്ള ലൈഫായതുകൊണ്ട്. സാറുമാരാണോടിയത്. ഫറൂഖ് സാറാണെങ്കിൽ നമ്മൾ മുങ്ങും ഗൈസ്. ഫറൂഖ് സാറിന് മാത്രം കുറച്ച് പേടിയുണ്ട്. ഞങ്ങൾ മുങ്ങുന്നതായിരിക്കും. എല്ലാ തവണയും നമ്മൾ മീൻ മേടിക്കാൻ രാവിലെ ഇതുപോലെ പോകും. കറക്റ്റ് സാറിൻ്റെ മുമ്പിൽ നമ്മൾ പോയിട്ട് പെടും. സാറാണെങ്കിൽ നമ്മളോട് ചോദിക്കും എവിടെ പോവാ, മീൻ മേടിക്കാൻ. ഇത്ര ഒരുങ്ങിയോ എന്ന് സാറ് ചോദിക്കുന്നതുകൊണ്ട് നമ്മൾ പിടി കൊടുക്കത്തില്ല. കുറച്ച് നടക്കാനുണ്ടേ. അതായത് അങ്ങ് വരെ എത്തണം. അത്ര നല്ല ദൂരം പോകാനുണ്ട്. ഇങ്ങോട്ട് തിരിയുമ്പോഴാണ് നമ്മുടെ കോളേജിലേക്ക് പോകുന്നത്. ഈ വഴി ഫസിൽ സാറിൻ്റെ കാറാണോടി. അങ്ങോട്ട് പോകുന്നുണ്ട്. വേറെ ആരെങ്കിലും ആ വഴി പോയി നമ്മുടെ കോളേജിലെത്തും. സോ ഈ വഴി പോയാൽ നേരെ ഫ്രണ്ടിലേക്ക് എത്തും. കോളേജിൻ്റെ ഫ്രണ്ടിൽ അവിടെ ഗേറ്റ് വ്യൂ ഉണ്ട്. അവിടെ നല്ല ഉഗ്രൻ എന്താടി വട കിട്ടും, ചട്നി കിട്ടും, ചമ്മന്തി കിട്ടും. അതിന് ഒന്ന് തേങ്ങാ ചമ്മന്തിയും കിട്ടും, പിന്നെ ഒന്ന് വന്നിട്ട് തക്കാളി ചട്നിയും കിട്ടും. അടിപൊളിയാണ്. പിന്നെ അവിടുത്തെ ചായ കിട്ടില്ലാണ്. ഇനി എന്തെങ്കിലും പറഞ്ഞോ. എനിക്ക് 2 ഫോട്ടോ എടുക്കാം. നമ്മുടെ സ്റ്റാറ്റസ് നിത്യ കേട്ട തല്ലും. അതുകൊണ്ട് നമ്മുടെ നിറഞ്ഞ് തീവണ്ടി പോലെ ആയി. ഇൻസ്റ്റ എടുത്ത് നോക്കിയാലും വാട്സപ്പിലും ഫുള്ള് നമ്മുടെ സ്റ്റാറ്റസ് നിറഞ്ഞിരിക്കണം. ഇവിടെ പ്രോഗ്രാമായിരുന്നു 2 ദിവസം മുന്നേ. കലോത്സവമായിരുന്നു അല്ലേ. അതുകൊണ്ട് ഫുള്ള് നിത്യ വിളിക്കുന്നുണ്ട് ഗൈസ്. നിത്യ തിരിച്ച് വിളിക്കാം. ഞങ്ങൾക്ക് കട്ട് ചെയ്യാം. നിത്യ നമ്മളെ വെയിറ്റ് ചെയ്ത് ഗേറ്റിനവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മുഴുവനും അതിൻ്റെ ഒരു ആരവായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇവിടെ കാണാൻ. ഫാസ്ലാവയോ അങ്ങനെ ഉണ്ടായിരുന്നു. ഫോസ്ലാവ അങ്ങനെ എന്തോ ആയിരുന്നു പേര്. സംഭവം നല്ല കിഡിലായിരുന്നു. നല്ല വൈബായിരുന്നു കേട്ടോ കാണാൻ. മക്കൾ നല്ല പണിയെടുത്തിട്ടുണ്ട്. സോ നമ്മൾ ഗേറ്റിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് കോളേജിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് എത്തി. അങ്ങ് ദൂരെ കാണുന്ന വലിയ ഗേറ്റ് കണ്ടോ. എടി അവൾ എന്നെ വിളിക്കുന്നുണ്ട്. കട്ട്. അങ്ങ് കാണുന്ന വലിയ ഗേറ്റില്ല ഗൈസ്, ആ ഗേറ്റ് കടന്ന് വേണം നമുക്ക് അക്കരെ ചാടാൻ. ഓക്കെ, എവിടെയോ അവൾ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത്. നോക്കട്ടെ.
എടുക്കുന്നില്ല. നമുക്ക് കുറച്ച് ദൂരം നടക്കാം. ആദ്യം ചായ കുടിക്കാം, വിശക്കുന്നുണ്ട്. ഹലോ, നീ എവിടെ? ഞങ്ങൾ ഗേറ്റിൻ്റെ അവിടെ. നിങ്ങൾ പിന്നെ ഏത് ഗേറ്റിലാ? പറഞ്ഞില്ല ഗൈസ്, അവിടെ കാണും ഇവിടെ കാണുന്നു. അവൾ അവിടെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഗേറ്റിൽ. കയറിൻ്റെ എൻട്രൻസ് കാണിച്ചു തന്നില്ല ഞങ്ങൾ. അവിടെ ഉണ്ട് അവൾ. നടന്നു വരട്ടെ, നമുക്ക് കൂട്ടാൻ വേണ്ടി തിരിച്ചു നടക്കാം. ബസ്സിൽ വട്ടന്മാരല്ലേ. എടുത്തു അല്ലേ? അതിന് കടലാസൊക്കെ എടുത്ത് കൊണ്ടുപോയി. നിറയെ പേപ്പറുകളുണ്ടായിരുന്നു, എല്ലാം എടുത്തുകൊണ്ട് പോയി. പക്ഷേ ഇല്ലേ, അതുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരുന്നു. പക്ഷെ ഇത് മാത്രം അവർ വൃത്തിയേടായി. കാണിച്ചു തരാവേ. ഇങ്ങനെ എല്ലായിടും നല്ല ഭംഗിയിൽ ഊഞ്ഞാലഴിച്ചോടി. അപ്പം നമുക്ക് ഊഞ്ഞാലടാം. ഓടിക്കോ. ഈ ഊഞ്ഞാലിന് വേണ്ടി ഇവിടെ അടിയായിരുന്നു ഗൈസ്. ഊഞ്ഞാൽ ആർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ഞങ്ങളുടെ ലൈബ്രറിയാണ് കേട്ടോ. ഫോസ്ലാവ അതായിരുന്നു എൻ്റെ പേര്. ഓക്കെ, ഇങ്ങോട്ട് തിരിഞ്ഞാൽ മതി. ഇത് നീ കറക്റ്റാ. ഇത് അങ്ങനെ അടി. എൻ്റെ വീട്ടിൽ ഇത് തന്നെ ഉള്ളേ. ചവിട്ടിയാട്, കാലുകുത്തിയാട്, ബാക്കോട്ട് പോട്ടെ. ഓക്കെ, വരുമായിരിക്കും. അവിടെ നിന്ന് എത്തണ്ടേ ഇനി? എനിക്കെത്തത്തില്ല. ഇത് കിട്ടിയിട്ടുണ്ടായില്ല, ഇത് ഫുള്ള് പിള്ളേരായിരുന്നു. പക്ഷെ ഇത് രസമായല്ലേ? അത് വേണം. ആ, 2 ഊഞ്ഞാലുണ്ട് ഗൈസ്. ഈ ആർട്സിൻ്റെ ഭാഗമായിട്ട് ഇവർ സെറ്റ് ചെയ്തതാണ് ഇതെല്ലാം. ഇല്ലയാണോ? അല്ല, വാഗയിലാണ് ഇവർ കെട്ടിയിട്ടുള്ളത്. ഇങ്ങനെ ഒന്ന് കാണിച്ചതാണ്. ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ ഗ്ലൂക്കോസ് പൊടി. ഈ കറങ്ങി വരുന്നതാണ് നമ്മുടെ ഗ്ലൂക്കോസ് പൊടി. അത് ഇവള് ഹിന്ദിയൊക്കെ പറയും ഗൈസ്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. തന്നെ മലയാളിയും എരപ്പാളിയാണിത്. നോ അമ്പലം, ഉള്ളി പൗഡർ തേച്ചത്. ഞാൻ കുളിച്ച്. ഗൈസ്, ഇതാണ് നമ്മുടെ എരപ്പാളി ഹേ. സാരോ ചക്ക മോഷ്ടിക്കാൻ പോയതല്ലേ? മോഷ്ടിക്കാൻ പോവുക പോന്നു. യെസ്, അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും പിടിക്കൂല നമ്മളെ. കഴിഞ്ഞ അവിടെ ചക്ക മോഷ്ടിച്ചതിൽ ഇവളും ഉണ്ടായിരുന്നു. നോക്കി ഇവളുടെ പൊട്ടിയിരിക്കുന്ന ഗൈസ്. ഇവള് ഉറങ്ങി എണീറ്റിട്ട് ആ വഴി വന്നെയാണ്. സത്യം, തന്നി ഫ്രോഡ്. നോക്കിയോട്ടെ ഗൈസ്, ഇപ്പൊ ഒരു ലുക്കില്ലേ? ഈ പൊട്ട് വെച്ച് നമുക്ക് ഫ്രോഡ് ലുക്ക് ആക്കാം. എനിക്കെന്ത് എന്നെ വിറ്റ് പൈസ തന്നി ഫ്രോഡ് ആയിട്ടുണ്ട് ഗൈസ്. വാ, എവിടെ പോവാ? നടക്കുന്നല്ലേ? അല്ല, നമുക്ക് പരിപാടി നടത്തണല്ലോ, എന്നാലും മാർക്ക് ഉണ്ടാവുക വെച്ചിട്ട് കിട്ടുമല്ലോ. ഒക്കെ അതന്നെ, ഒരു എയർപോർട്ട് ഒരു ഫ്ലൈറ്റ് വന്നാൽ പിന്നെ സ്ഥലമില്ലേ നമുക്ക്? നിറ്റിക്ക് വേണ്ടേ? ചെരിപ്പിടാത്ത കാര്യം. പിന്നെ ഞാൻ ആ പുതിയ ലൈബ്രറി നിനക്കോ? ഏത് വഴിയായിട്ടാ? കൈസ്, ഇവരെല്ലാം ചക്ക പുഷ്ടിക്കാൻ വന്നതാ. കൽച്ചക്ക ഈ ആകാശത്ത് പോകുന്ന ഫ്ലൈറ്റിൽ കല്ലെറിഞ്ഞ് താഴോട്ട്. അതെ, ഈ ചക്ക പറക്കാൻ മതി.
അത് നമ്മൾ വരുന്ന വഴിക്കാൻ വനിതാ മിസ്സിന്റെ അവിടെയാ കണ്ടേ. ചക്ക കള്ളൽ ചോദിച്ചോ? ആ അങ്ങനെ എന്താ കൊണ്ടുവരുന്നേ? ചേട്ടൻ കേറി പറിച്ചു തരാന്നാ? ഗൈസ്, നമ്മൾ ചക്കയിടാണ്ട് ഒരുക്കത്തിലാണ്. ഓ സെറ്റ് 10 o'clock അല്ലേ? വിൻസ് വരട്ടെ. ഒരു കുഞ്ഞി ചക്ക പറിക്കാൻ നമ്മൾ ചേട്ടാ ഞങ്ങളിവിടെ പഠിക്കുന്നവരാ. ആ ഞങ്ങൾ എമ്മട്ടുകാരാ. ചേട്ടനെ വിളിച്ചോണ്ട് വന്നു ഗൈസ് ചക്ക പറിക്കാൻ വേണ്ടി. ബാക്കി അവരെവിടെ പോയതാ? ബാക്കി രണ്ടുപേരെന്തോ ആക്കാൻ പോയിട്ടുണ്ട്. ചക്ക മോഷ്ടിക്കാൻ വന്നു നാട്ടുകാർ എന്തില് വന്നതാ? ആരും ഇല്ലാണ്ട് ഞാനും ദിലിനെയും കൂടെ ചക്കയും പറിച്ച് ആരും അറിയാണ്ട് പോയാണ്. ഇതിപ്പോ സക്കലര് അറിഞ്ഞു, സെക്യൂരിറ്റിമാരറിഞ്ഞു. പെർമിഷൻ എടുത്തോന്ന് ചക്ക പറിക്കാൻ. പെർമിഷൻ എടുത്ത് ചക്ക പറിക്കും. ആണെങ്കിൽ ലോകത്തില്ലാത്ത ബുദ്ധിയും. ആ ഒരു ചക്ക പറിക്കുന്നതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അടുത്ത ബുദ്ധി. ചക്കയാ? നമുക്കിത് സ്റ്റോപ്പ് ചെയ്ത് അടുത്ത വഴി നോക്കാം. ആ പൊയ്ക്കോ. എവിടെ താക്കോലെന്ന് അറിയില്ലേ? സ്റ്റെപ്പിന്റെ സൈഡിലിട്ടാ. നിങ്ങളെ യൂട്യൂബിലിടാനേ. അതാ അവിടെ ആ ഗേറ്റ് നടന്നോ? അവിടേക്കാ ആ ചെറിയ ഗേറ്റ് എടുത്താ നേരെ താഴത്തുള്ള കോട്ടേഴ്സിനുണ്ട് ആക്കാം. ഓരോട് പറഞ്ഞാൽ ഓരോടുത്തരും. അപ്പൊ ഓക്കെ ഇതൊക്കെ കൂടി എങ്ങനെ വൈറലായി വരും? അപ്പൊ നമ്മളെ കൂടി അതറിയത്തെ കള്ളന്മാരെ കൂടെ കൂടിയിട്ടേ. നിങ്ങളല്ല കള്ളന്മാരെ, നമ്മളാര് നമ്മള് കൂട്ടിടക്കാറ് നിങ്ങളെ പ്രിൻസിപ്പൾ വിളിപ്പിക്കാൻ മതി. ഇല്ല ഇത് ഞാൻ തെളിവിന് എടുത്തു വെക്കുന്നയാ. എടാ അവിടെ പോയി വാങ്ങിക്കോടാ, അവിടെ ഉണ്ട് ചക്ക. അവിടെ ഈ കോട്ടത്തിൽ കണ്ട പോയിക്കോളൂ. ഇല്ലെങ്കിൽ എന്തൊക്കെയാ ആ വീട്ടില് അവിടെ ചെറിയ പ്ലാവുണ്ട്. നമ്മളങ്ങനെ കോളേജിന്റെ വെളിയിലേക്ക് ഇറങ്ങി. കോവയ്ക്കല്ലേ? കാട്ടുവള്ളി. ഒരു ചക്ക പറിക്കാൻ പോകല ഭാരത. തെരുവിലേക്ക്
എന്തായാലും മതി. കിട്ടി ഗൈസ്, കിട്ടി കിട്ടി. മുണങ്ങീനാവും. നിങ്ങളെല്ലാം ഫേമസ് ആയിരിക്കുന്നു. അല്ല, നമുക്കിങ്ങനെ കറങ്ങിപ്പോയാ പോരെ. കാണിക്കാൻ വേണം. ചക്ക കിട്ടിയത് അറിയിക്കാണ് കഴിച്ച്, വിളിച്ചറിയിക്കാണ് നാട്ടുകാരെ. സൗണ്ട് സ്വീകരിക്കൂല. ചേട്ടാ കിട്ടി. ഒന്ന് പോരെ, ഒന്ന് മതി. എന്നിട്ട് എറിഞ്ഞു കളയാൻ. കൊടുക്കാൻ വേണ്ടിട്ട് മറ്റേ MIT മൂസയിലുണ്ടല്ലോ ഒരു ദിവസം ഫുള്ള് ചക്ക വെക്കുന്നത്. നമ്മുടെ അവിടെയൊക്കെ ചക്കയായ പിന്നെ ഫുള്ള് ചക്കയാണ്, എല്ലാത്തിനും ചക്കയായിരിക്കും. നമ്മൾ മീൻ മേടിച്ചു കഴിച്ചു, പക്ഷെ വീഡിയോ എടുക്കാൻ മറന്നു. നമ്മൾ CD മേടിച്ചു. CD മുള്ള എന്തോ പറയുന്ന ആനച്ചവിട്ടി എന്ന് പറയില്ല, പരന്നിരിക്കുന്ന സൈസ് മീൻ വറുക്കാമെന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഇനി നമുക്ക് മീൻ പൊരിച്ചത് നമ്മൾ പോയ അവിടെ നമുക്ക് ആക്കാട്ടോ. നമ്മൾ ആസ്പെറ്റോസ് ആണ് അതിൻ്റെ മേലെ, അപ്പോൾ ഭയങ്കര ചൂടായിരിക്കും. ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് പണിയെടുക്കൽ പറ്റില്ല. ആ പണി തീർത്ത് വെച്ചാൽ കഴിക്കാൻ നേരത്ത് കയറിയാൽ പിന്നെ നമുക്കില്ലേ. ഈ ബാഗ് അലക്കിനെ ആ രണ്ടുപേർക്ക് നല്ല മോളാട്ടോ ബാഗ്. അപ്പം നീ ഇല്ല, നീ ഇതുകൊണ്ട് മേലെ പോയി മസാല വെക്കുമ്പോഴത്തേക്കും ഞാൻ പോയി വേസ്റ്റ് കത്തിക്കാം. ഇന്നലെ കത്തിച്ചില്ലേനോ? ഞങ്ങൾക്ക് വേസ്റ്റ് കത്തിക്കാനുണ്ട് ഗൈസ്. അത് കത്തിച്ചാൽ പിന്നെ നമുക്ക് ഇറങ്ങണ്ട, പുറത്തിറങ്ങണ്ട. ഇനി നമുക്കൊരു ഫിസ് കുടിക്കാം. ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേഷൻ ആയാലൊന്നും കാണണം. ഇവിടുത്തെ നമ്മൾ തട്ടുകടിയിട്ട സമയത്ത് നമുക്ക് ഐസ് വെക്കാൻ തന്നൊരു മനുഷ്യൻ്റെ പിന്നലെ അയാൾ വിളിച്ചപ്പോൾ എന്തിനാ ചോദിച്ചു. പുള്ളീനെ ഒന്ന് കാണണം. പുള്ളീൻ്റെ കടയിൽ നിന്ന് ഒരു ഐസ്. അതെ, പുള്ളീൻ്റെ കടയിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് കഴിക്കാനും മേടിക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് വെളുത്തുള്ളി വാങ്ങണം. ഫുള്ള് എന്താ പറയുക, ജീവിതം ഭയങ്കര തിരക്കാണ്. എനിക്ക് ഒട്ടും സമയമില്ല ഒന്നും. ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ എന്തോ, ഭയങ്കര വണ്ടികൾ പോകുന്നത് കൊണ്ട്. ചോക്ലേറ്റ് വേണം? വേണ്ട, കോണ് വേണ്ട, ചെറിയ എന്തെങ്കിലും മതി. അതാണ് ഇവിടെ നോക്കിയേ. ആ അത് ഭയങ്കര കയ്പാ. അത് മാംഗോ ബാറിന് എത്ര വരുന്നേ? അതെവിടെടി? സ്കൈ നല്ല സാധനമല്ലേ? സ്കീ അതേതിൻ്റെയാ? എനിക്ക് ഇത് മതി, സ്കീ മതി. അത് നല്ല, ആ അത് മതി, ആ അത് മതി. നമുക്കിത് കഴിക്കാം. ഒന്ന് മീൻ മേടിച്ചിട്ട് ഈ
ഡേറ്റ് ഇല്ല, നമുക്ക് ഇത് തന്നെ എടുക്കാടെ. റെഡ് 10ന്റെ ഉണ്ടോ? എന്നാൽ 2 റെഡ് എടുക്കാം. എന്നാ അത് മതിയടാ. ഇതവിടെ വെച്ചോ. എന്നിട്ട് 2 റെഡ് എടുക്കാം. എന്നാ ഇത് മതി. അടച്ചോ. വെളുത്തുള്ളി നമുക്ക് അവിടെ നോക്കാം, അവൻ്റെ കടയിൽ നിന്ന്. എല്ലാ കടയും ഓ വന്നിട്ട് പോയോ? ഞങ്ങള് പറയും ഞങ്ങൾക്കറിയില്ല കേട്ടോ ചേച്ചി, അങ്ങനെയൊക്കെ പറഞ്ഞു എന്നോട്. അങ്ങനെയൊക്കെ ഞങ്ങളറിയും ഇത്രയും നല്ലൊരു കൊച്ചിനെ ഞങ്ങൾ കണ്ടിട്ടില്ല. അറിയും അത് ഞങ്ങളെ കാണുമ്പോ ഓന് നാണാ. പറയാം. നമ്മളിന്ന് ചക്കത്തോരനും മീൻ വറുത്തതും നമ്മളെത്തി റൂമിലെത്തിയില്ല, ഈ കുന്നിറങ്ങി താഴെ അതെ എത്തുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ അതെ അടുത്ത വീഡിയോ വന്നിട്ട് നമ്മൾ ചക്ക എങ്ങനെ തോരൻ വെക്കാന്ന് പഠിപ്പിക്കും. വിത്ത് ഹോസ്റ്റേഴ്സിന് മാത്രമുള്ള റെസിപ്പിയാണ്. എല്ലാവരും അത് ചെയ്യണം, മിസ് ചെയ്യരുത്. എങ്ങനെ അന്നിൻ്റെ പറമ്പിൽ കയറി ചക്ക പറിക്കാം, ശേഷം അതെങ്ങനെ തോരൻ വെക്കാം എന്ന സ്റ്റഡി ക്ലാസ്സാണ് ഇന്ന്. ഇതിൻ്റെ കേട്ടോ ക്ലാസ്സും ചക്കത്തോരനും ഞാൻ ഹെൽപ്പ് ചെയ്യുള്ളൂ. അവൾ ചക്ക വെട്ടി വൃത്തിയാക്കി തരും. യെസ്, ചക്ക ഞാൻ വെട്ടിക്കൊടുക്കും. അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെ വെട്ടണമെന്ന്. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഓൺലൈൻ വഴിയാ. അതെ, യുഗല്ലേ അതാ. കഴിഞ്ഞോണം വെട്ടിയിട്ട് കത്തി നിറച്ച് മുണങ്ങി. എന്നിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് പുറത്ത് വെച്ച് വെയിലത്ത് വെച്ച് അങ്ങനെയൊക്കെ. ഇനി എങ്ങനെ ചക്ക ഇതാക്കാന്നുള്ളത് പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ SMS അയച്ച് ഞങ്ങളെ വിൻ ചെയ്യിക്കണ്ട. കമൻ്റ് ഇടണം. ഇതിൽ നിന്ന് കിട്ടുന്ന പൈസയ്ക്ക് വേണം ഞങ്ങൾക്ക് എന്താടി ചായ കുടിക്കാൻ, ഹുസൈൻ ഖാൻ്റെ കടയിൽ നിന്ന് ചായ കുടിക്കാൻ. അത് നമ്മളിപ്പോൾ വട കഴിച്ചില്ലേ അവിടുന്ന്. പിന്നെ 2 വർഷം ഇവിടെ കഴിഞ്ഞ് പോകേണ്ടത് കൊണ്ടും നിങ്ങളുടെ എന്തുവാ നീ പറ വിലപ്പെട്ട സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. പിന്നെ ഇതിന് താഴെ കമന്റ് ചെയ്യണം നെക്സ്റ്റ് വീഡിയോ എന്താണ് ഇടണ്ടേന്ന് വെച്ചാല് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യും കേട്ടോ. മെനക്കെട്ട കമന്റുകൾ വേണ്ട ഞങ്ങൾക്ക്. നല്ല മാതൃകാ കമന്റുകൾ സ്വീകരിക്കുന്നതാണ്. നല്ല കമന്റിന് നമ്മൾ എന്ത് കൊടുക്കും? നമ്മൾ ലവ് തരുന്നതായിരിക്കും. വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഉമ്മ തരാം. അത് ദിൽനേൻ്റെ വകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിക്കാൻ മറക്കല്ലേ. ചക്ക വെച്ചിട്ട് എങ്ങനെ ഉമ്മ എടുക്കപ്പോൾ എന്നാലും ഇവിടെ ഉമ്മ എടുക്കടി. ഓക്കേ.